തട്ടിപ്പ് കേസിൽ ബോളിവുഡ് താരം സോനു സൂദിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ അഭ്യൂഹങ്ങളുടെ പെരുമഴയാണ്. 10 ലക്ഷം രൂപയുടെ പണം തട്ടിപ്പ് കേസിലാണ് താരത്തിനെതിരെ പഞ്ചാബിലെ ലുധിയാന കോടതി വാറന്റ് പുറത്തിറക്കിയത്. ഒറ്റനോട്ടത്തിൽ സോനു സൂദാണ് തട്ടിപ്പുകാരനെന്ന് തോന്നുമെങ്കിലും വാസ്തവം അതല്ല. ലുധിയാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകൻ രാജേഷ് ഖന്നയുടെ പരാതിയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരം. റിജീക്ക കോയിൻ ഇടപാടിൽ നിക്ഷേപിച്ചാൽ ലാഭം കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. മുഖ്യപ്രതി മോഹിത് ശുക്ലയും. ഈ കേസിൽ മൊഴി നൽകാൻ മാത്രമാണ് സോനു സൂദിനെ ലുധിയാന കോടതി വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ സമൻസ് അനുസരിക്കാനോ കോടതിയിൽ ഹാജരാകാനോ താരം തയ്യാറായില്ല. ഇതോടെയാണ് പ്രകോപിതനായ ലുധിയാന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമൺപ്രീത് കൗർ സോനുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത്. വിളിപ്പിച്ചെങ്കിലും കോടതി ഇതിനായി അയച്ച സമൻസ് താരം അനുസരിക്കാത്തതിനാണ് അറസ്റ്റ് വാറന്റ്. മുംബൈയിലെ അന്ധേരി വെസ്റ്റിലുള്ള ഓഷിവാര പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോടാണ് ലുധിയാന കോടതിയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നതോടെ താരമാണ് കേസിലെ കുറ്റവാളി എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു. ഇതിനെ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോനു സൂദ് തന്നെ രംഗത്തെത്തിയിരുന്നു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കേസിൽ താനൊരു സാക്ഷി മാത്രമാണെന്ന് സോനു വ്യക്തമാക്കുകയായിരുന്നു. വാറന്റിനോട് അഭിഭാഷകർ മുഖേന പ്രതികരിച്ചിട്ടുണ്ട്. കേസിൽ ഞങ്ങളുടെ ഭാഗം 2025 ഫെബ്രുവരി 10 കോടതിയെ ബോധിപ്പിക്കും. ഞാൻ റിജീക്ക കോയിൻ്റെ അംബാസഡറോ അതുമായി ഏതെങ്കിലും തരത്തിലോ ബന്ധമോ ഇല്ല. നിലവിലെ സംഭവ വികാസങ്ങൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്. താരങ്ങളെ പെട്ടെന്ന് ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്നത് സങ്കടകരമാണ്. ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കും, സോനു സൂദ് എക്സിൽ കുറിച്ചു. കോടതിയുടെ വാറന്റ് പ്രകാരം കേസിലെ അടുത്ത വാദം നടക്കുന്ന ഫെബ്രുവരി 10 മുൻപ് സോനു സൂദ് ഭാഗം വ്യക്തമാക്കണം. അത് ചെയ്യാമെന്നാണ് നിലവിൽ താരം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ സെൻസേഷണലിസമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമൻസ് അനുസരിക്കുന്നതിൽ സോനു സൂദ് പരാജയപ്പെട്ടുവെന്നും അതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനുമാണ് കോടതി സമൻസിലൂടെ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെ സോനുവിനെതിരായ പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ താരത്തെ കേസുമായി ബന്ധപ്പെടുത്തുന്നത് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചോ കുറ്റകൃത്യം നടന്ന ചുറ്റുപാടോ സംബന്ധിച്ച് സോനു സൂദിന് അറിവുണ്ട്. ഇതാണ് താരത്തെ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളാക്കി മാറ്റിയിരിക്കുന്നതെന്ന സൂചനകളുമുണ്ട്. പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്ന താരം അത്തരം സഹായങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. അടുത്തിടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ കാണുകയും സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 4 ആംബുലൻസുകൾ സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. കേസ് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കേസിൽ സോനു സൂദ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്നാണ് പ്രതീക്ഷ. എന്തുതന്നെയായാലും നിലവിൽ ഒരു തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത പേരിലായിരുന്നു താരം വേട്ടയാടപ്പെട്ടിരുന്നത്.